കഴിഞ്ഞ തവണത്തെ പോലെയും ഇത്തവണയും ഞാൻ മക്കൾ പഠിക്കണ സ്കൂളിലേക്ക്, അതായത് സെൻറ്റ് അലോഷ്യസ് സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളൊക്കെ എല്ലാവരും അടിപൊളി വൈബിലായിരുന്നു കേട്ടോ. പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അവർ കോറിഡോറിൽ തന്നെ നിന്നിട്ട് നല്ല ഡാൻസായിരുന്നു. അതുപോലെ തന്നെ മുറ്റത്തും കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. പെൺകുട്ടികളൊക്കെ ഒരുവിധം പട്ടുപാവാടയും ബ്ലൗസും, ആൺകുട്ടികളൊക്കെ മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം കാണാൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേ നമുക്കും ഒന്നും കൂടെ ഒന്ന് സ്കൂളിൽ പോയി പഠിച്ചാലോ എന്ന് തോന്നിപ്പോവും. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും ആഘോഷിച്ച് തീർക്കുക തന്നെയാണ്. അടിപൊളിയായിരുന്നു. പിന്നെ ഇതേ സ്റ്റേജിൽ നമ്മുടെ ടീച്ചേഴ്സും എല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വിവിധ മത്സരങ്ങളോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള പരിപാടികളിൽ സമ്മാനാർഹരായവർക്ക് സമ്മാനങ്ങളും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങുന്ന മുമ്പ് ആദ്യം ഒരു ഓണസ്കിറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മാവേലിയും വാമനുള്ള കഥയിൽ ഓണത്തിൻ്റെ ഐതിഹ്യം അത് വളരെ ഗംഭീരമായിട്ട് കുട്ടികൾ അവതരിപ്പിച്ചു കേട്ടോ. കാരണം അവരെ സമ്മതിക്കാതെ പറ്റില്ല. ഈ സമയമൊക്കെ പരീക്ഷാ സമയമായിരുന്നു. എന്നിട്ടും കൂടിയും അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊക്കെ പഠിച്ചെടുത്ത് വളരെ നല്ല രീതിയിൽ സ്കിറ്റ് അവതരിപ്പിച്ചിരുന്നു. നമ്മുടെ വാമന മഹാബലിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചടങ്ങുകൾ ഔദ്യോഗികമായിട്ട് നിർവഹിക്കാൻ വിശിഷ്ടാതിഥികളൊക്കെ അവിടെ എത്തിച്ചേർന്നു. പിന്നെ ചടങ്ങുകളൊക്കെ ദീപം കൊളുത്തി ഔദ്യോഗികമായിട്ട് നിർവഹിച്ചതിന് ശേഷം ഓരോരുത്തരും അവരവരുടെ ഓണ സന്ദേശങ്ങൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നൽകിയിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഔദ്യോഗിക ചടങ്ങുകളൊക്കെ വേഗം തീർത്തു കിട്ടുക. കാരണം ഒന്നാമത് നല്ല വെയിലായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ പറഞ്ഞ പോലെ നല്ല ഫുൾ വൈബിൽ നിൽക്കുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പാട്ട് വെച്ച് ഡാൻസ് കളിക്കണം, ആഘോഷങ്ങളിൽ പങ്കെടുക്കണം എന്നൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് അവർ വേഗം ഓണ സന്ദേശം കൈമാറി ഈ പരിപാടികൾ ഔദ്യോഗികമായിട്ട് നിർവഹിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സമ്മാനദാനം. നേരത്തെ പറഞ്ഞില്ലേ, സമ്മാനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. വിവിധ മത്സര പരീക്ഷകളിലും കലാകായിക മത്സരങ്ങളിലും ഒക്കെ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. എല്ലാ കുട്ടികളെയും വളരെ മിടുക്കന്മാരും മിടുക്കികളായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രം. അങ്ങനെ സമ്മാനദാനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മമാരുടെ തിരുവാതിര കളിയൊക്കെ ഉണ്ടായിരുന്നു. അവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അവർക്കും അധികം സമയമൊന്നും കിട്ടിയില്ല കേട്ടോ പഠിക്കാനായിട്ട്. എന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർ പഠിച്ചിട്ട് തിരുവാതിരക്കളിയൊക്കെ ഗംഭീരമായിട്ട് അവർ കളിച്ചു. ഇപ്പോൾ ഒട്ടുമിക്ക വിദ്യാലയങ്ങളിലും പാരൻസിനും കൂടിയിട്ടുള്ള പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം അത് കുട്ടികൾക്ക് ശരിക്കും നല്ലൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഈ പൊരി വെയിലത്തിൻ്റെ കുട്ടികൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ കുറച്ച് കുട്ടികൾ മാത്രം എന്തെങ്കിലും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്താലായി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കുട്ടികളും അവരുടെ കൂടെ അമ്മമാരും എല്ലാവരും പലവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ തിരുവാതിരക്കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വടംവലി മത്സരമാണ്. അതിൽ അച്ഛന്മാരും അമ്മമാരും അങ്ങനെ രണ്ട് വിഭാഗവും നല്ല രീതിയിൽ തന്നെ പങ്കെടുത്തു. അപ്പോൾ അതേ പ്രായഭേദമന്യേ അങ്ങനെ തന്നെ പറയണം. നമ്മുടെ അച്ഛന്മാരൊക്കെ ഗംഭീരമായിട്ട് വടംവലി മത്സരം നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. ജയിച്ച ടീമിനെയും ഓൺ ദ സ്പോട്ടിൽ തന്നെ സമ്മാനവും കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അതേ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ അച്ഛന്മാർ വടം വലിച്ചതിന് ശേഷം അടുത്തത് അമ്മമാരുടെ വടംവലി മത്സരമായിരുന്നു. അപ്പോൾ അതും രണ്ട് ഗ്രൂപ്പുകളായിട്ട് തന്നെ തിരിഞ്ഞ് അവരും വടംവലി മത്സരം ഗംഭീരമായിട്ട് നടത്തി. അങ്ങനെ ആവേശോജ്വലമായിട്ടുള്ള വടംവലി മത്സരത്തിന് ശേഷം കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ കയറി ഗംഭീര ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സും പാരൻസും കൂടിയിട്ട് ഓണസദ്യ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ടീച്ചർ വന്ന് പറയുന്നുണ്ട്, കുട്ടികൾ മാത്രമല്ല അമ്മമാർക്കും കഴിക്കാട്ടോ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. സാമ്പാർ, അവിയൽ, തോരൻ, പുളിഞ്ചി, അച്ചാർ, പപ്പടം, പായസം, അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഹാപ്പി ഓണം പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.